നമ്മളോടൊപ്പം ചലച്ചിത്ര താരം പൊന്നമ്മ ബാബു ചേരുന്നുണ്ട്. ശ്രീമതി പൊന്നമ്മ ബാബു, എങ്ങനെ ഓർക്കുന്നു ആ അതുല്യ കലാകാരിയെ? എനിക്ക് സത്യം പറഞ്ഞ സങ്കടം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാനിപ്പോഴാ TV ന്യൂസ് കണ്ട. ചേച്ചി സുഖമില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ ചേച്ചിക്ക് നല്ല ഓർമ്മയുള്ള സമയത്ത് ഞാൻ ചേച്ചി എന്നെ ആലുവ വീട്ടിൽ പോയി ഞാൻ കണ്ടതാണ്. അപ്പൊ ചേച്ചി എന്നോട് ചിരിച്ച് സംസാരിച്ചു. ഞാൻ ചേച്ചി ഇങ്ങനെ ക്യാൻസർ ആണെന്ന് ചേച്ചിക്ക് അറിയത്തില്ല. ഞാനതൊന്നും കാണിക്കാതെയാണ് ചേച്ചിയോട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു. ചേച്ചി എത്രയും പെട്ടെന്ന് വരണം, നമുക്ക് സിനിമ ചെയ്യണം. കാരണം ഞങ്ങൾ കുറേ പടങ്ങളിൽ അമ്മയും മോളും ചേട്ടത്തി അനിയത്തിയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല നല്ല നിമിഷങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ ഉണ്ട്. തീർച്ചയായും പൊന്നമ്മ ബാബു, നമുക്ക് മനസ്സിലാകും അമ്മ വേഷങ്ങളിൽ മലയാളികളുടെ അമ്മയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ മികച്ച കലാകാരിയായിരുന്ന ശ്രീ കവിയൂർ പൊന്നമ്മ. എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു ഘട്ടത്തിലും കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിൽ. നിതിനിലേക്ക് തന്നെ തിരിച്ചു വരാം. നിതിൻ, ഇപ്പോൾ ചലച്ചിത്ര താരം പൊന്നമ്മ ബാബു നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. വളരെയധികം സങ്കടത്തോടുകൂടി തന്നെയാണ് പ്രതികരിച്ചത്. നമ്മളും സങ്കടത്തിൽ തന്നെയാണ്. കാരണം മലയാള സിനിമയിൽ അമ്മ എന്നതിന് ഒരു പര്യായം തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. വീണ്ടും നമുക്ക് ആ ഒരു അതുല്യ കലാകാരിയെ കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. എട്ട് ചിത്രങ്ങളിൽ, ഈ ഒരു അഭിനയ മേഖലയല്ലാതെ 8 ചിത്രങ്ങളിൽ പിന്നണി ഗായികയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അത്രയധികം കഴിവുറ്റ ഒരു കലാകാരി തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ, അല്ലേ നിതിൻ? തീർച്ചയായും കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ